ബോട്ടിൽ പോകാണ്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് റിസോർട്ട് വെക്കേറ്റ് ചെയ്യാമെന്ന് 11:30 ആകുമ്പോഴാണ് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് നേരെ പോയത് ബാനാസുര ഡാമിലേക്കാണ്. അവിടെ നമ്മൾ വേഗം വന്നു, കുറേ സമയം സ്പെൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് അധികം ടൈമില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് വേഗം വന്നു. പിന്നെ നമ്മൾ പോയത് വൈത്രിയിലുള്ള പാർക്കിലേക്കാണ്, വയനാടൻ വണ്ടർ എന്ന് പറയുന്നൊരു പാർക്കിലേക്കാണ്. ജീപ്പിലാണ് നമ്മൾ പോയത്. ബസ് ഒരിടത്ത് പാർക്ക് ചെയ്ത് ജീപ്പിലാണ് പോയത്. അങ്ങനെ പോകുമ്പോൾ തന്നെ ആ സൈഡ് ചുമരിൽ നല്ല ചിത്രങ്ങളും ശില്പികളും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്കായിട്ട് റൈഡും, എല്ലാവർക്കും റൈഡും കാര്യങ്ങളും അഡ്വഞ്ചർ ആയതും പിന്നെ വാട്ടർ പാർക്ക് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് പൂക്കോട് ലേക്കിലേക്കാണ്. അത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്, 30 മീറ്ററോ 300 മീറ്ററോ അങ്ങനെ എന്തോ നടക്കാനുണ്ട്. അങ്ങനെ നടന്നിട്ടാണ് പോയത്. അവിടെ നല്ല രസമുണ്ട്, ബോട്ടിങ്ങും കാര്യങ്ങളും, ഫിഷ് സ്പാ, പിന്നെ കാണാനും ഇതൊക്കെയുണ്ട്. കുറേ കുരങ്ങന്മാരുണ്ട്. അതിനിടയിൽ ഒരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ അത് ഗീതമ്മ, എൻ്റെ ഏട്ടൻ്റെ മദർ ഇൻ ലോ ആണ്. അവർ ഐസ് തിന്നുമ്പോൾ കുരങ്ങ് തട്ടിപ്പറിച്ച് കൊണ്ട് ഐസ് തിന്ന് എല്ലാ ഇതും തിന്നുന്നുണ്ടായി. ഹലോ ഗൈസ്, നമ്മ ബോട്ടിലെത്തി പോകാണ്. നിങ്ങൾ ഇതൊക്കെ അടിച്ചെടുക്ക്. നമ്മളാകെ കുറച്ചാൾ മാത്രമേ ബോട്ടിൽ കയറിയിട്ടു, 2-3 ആളും പിന്നെ പിള്ളേരും. ഞങ്ങൾ ആ ബോട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഡ്രൈവർ ആ ലേക്കിൻ്റെ കഥ പറഞ്ഞുകൊണ്ടുണ്ടായി. കേൾക്കാൻ നല്ല രസമുണ്ടായി. എന്താ വെച്ചാൽ ആ ലേക്കിൻ്റെ അടിയിൽ അമ്പലമല്ല, ദേവീൻ്റെ ഒരു കട്ടയുണ്ട്. ആ സൈഡിൽ കാണുന്ന മരമില്ല, അത്ര വലിയ മരം ആ ലേക്കിൻ്റെ അടിയിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായി. അരമണിക്കൂറാണ് നമുക്ക് സമയം ആ ബോട്ടിൽ കറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അയാൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. ആ ലേക്കിന് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതി എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അരമണിക്കൂറായി നമ്മൾ കയറിയ സ്ഥലത്ത് തിരിച്ചെത്തിച്ച്. പിന്നെ നമ്മൾ ബോട്ടിങ്ങിൽ കയറിയ സമയത്ത് ഏട്ടനും ഏട്ടൻ്റെ പെണ്ണും ചെറിയമ്മയും ഏട്ടൻ്റെ മദർ ഇൻ ലോവും ഫിഷ് സ്പാക്ക് കയറി. അതൊക്കെ കഴിഞ്ഞ് അവസാനം എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച്. ഐസ്ക്രീം കഴിക്കാനും പേടിയാണ്. ഓരോരാളെ ഇങ്ങനെ കുരങ്ങന്മാർ ഓരോരാളെ ഇങ്ങനെ ഐസ്ക്രീം നോക്കുന്നു, തട്ടിപ്പറിക്കുന്നു, തിന്നുന്നു. പേടിയാണ്, കയ്യോ മറ്റോ മാന്തി പറിച്ചാലാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിന് വെയിറ്റ് ആക്കുന്ന സമയത്ത് ഒരു കുരങ്ങ് നമ്മൾ ചക്കളിയെല്ലാം തിന്നുമ്പോൾ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എറിഞ്ഞു കൊടുത്തതാണ് കാണുന്നത്. പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.